വാഗാ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൺ ദ വേ ആണ്. ഞങ്ങളുടെ ഒരു സ്വപ്നതുല്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടാരി വാഗാ ബോർഡറിലേക്കാണ്. അപ്പോൾ അട്ടാരി എന്ന് പറയുന്നത് ഇന്ത്യൻ ബോർഡറാണ് കേട്ടോ. വാഗയാണ് പാകിസ്ഥാൻ ബോർഡർ. പക്ഷേ നമ്മളെല്ലാവരും പറയുന്നത് വാഗാ ബോർഡർ, വാഗ അതിർത്തി എന്നൊക്കെയാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഈ വഴിയിൽ കൂടെ പോയതൊക്കെ നല്ല സുഖമായിട്ട് നല്ല സമാധാനത്തോടു കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഈ വഴിയൊക്കെ മാറ്റിമറിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ലോകം മൊത്തം അറിയാം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടാരി ബോർഡറിൽ ഒരു അട്ടാരി വാഗ ബോർഡറിൽ ഒരു ചടങ്ങുണ്ടല്ലോ. അതായത് ഇങ്ങനെ അവർ പാകിസ്ഥാൻ സൈനികരും ഇന്ത്യൻ സൈനികരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും ആ അതിർത്തി തുറക്കണതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ അതിനാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മളിവിടെ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു ഷെയ്ക്ക് ഹാൻഡിൻ്റെ ഒരു സിമ്പലാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടക്കുകയാണ്. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പോൾ കൊണ്ട് ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് അതില്ല കേട്ടോ. നമുക്ക് കാണാൻ പറ്റുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഈ ഒരു ചടങ്ങ് നടക്കാറ് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ ഒരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്കൊക്കെ പോവാം കേട്ടോ. അപ്പോൾ ഇത് BSFൻ്റെ ഒരു മ്യൂസിയമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. സോൾജേഴ്സിൻ്റെയും BSF ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ആ ചടങ്ങിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഈ ഒരു TV-യുടെ ഈ ഒരു സ്പോട്ടിൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാറ്ററി ഫീൽഡിൽ നിൽക്കണ പോലെ ആയിരിക്കും കേട്ടോ. ദാമാളുവിനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഈ ഒരു TV-യിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അറ്റത്ത് കാണുന്ന ഗേറ്റിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം അവിടെ കയറി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അട്ടാരി വാഗ ബോർഡർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ ഭാഗത്ത് നമുക്ക് കാണാം കുറേ ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ സീറ്റൊക്കെ ഫുള്ളാണ്. പക്ഷേ നമ്മൾ പാകിസ്ഥാൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ 2-3 ആൾക്കാർ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ അതേ കുറേ ആൾക്കാരുണ്ട്, നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സീറ്റ് കിട്ടി ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് മൊത്തം ഇങ്ങനെ പാകിസ്ഥാനിലെ ആൾക്കാർ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഇതൊന്നുമില്ല, ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാനിവിടെ വരുന്ന ഒരു വല്ലാത്തൊരു അനുഭവമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ദേശഭക്തി ഇല്ലാത്ത ആൾ ഇവിടെ വന്നാലും നമ്മുടെ രോമക്കേട് എണീറ്റ് നിൽക്കും ആ ഒരു ദേശഭക്തി കാരണം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ദേശീയ പതാകയൊക്കെ പിടിച്ച് നമുക്ക് ഇതേ കൂടെ ഇങ്ങനെ ഈ ഒരു റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ. ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതേ കൂടെ ഇങ്ങനെ നമുക്ക് നടക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പ്രൈഡാണ്. നമുക്ക് എല്ലാ ഇന്ത്യൻസിനും അതൊക്കെ ഒരു പ്രൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നൊക്കെ അങ്ങനെ ജയ് വിളിക്കുമ്പോൾ നമ്മളും ഇങ്ങനെ കൂടെ വിളിച്ച് പോവുകയാണ്. അത്രയ്ക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോകണം. നല്ലൊരു അനുഭവമാണ് കേട്ടോ. ഈ ഒരു സ്ഥലം നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. പക്ഷേ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു നോർമൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ പോലത്തെ കുറേ ആക്ടിവിറ്റീസാണ്. പിന്നെ നമുക്ക് BSFൻ്റെയും ആർമിയുടെ ഒക്കെ ഇതൊക്കെ വരുന്നുണ്ട്.
അതാണ് നല്ലൊരു അത്ഭുതകരം തോന്നിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാനൊരു ഇന്ത്യൻ ആയതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നൊരു നിമിഷമാണിത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസവും പോവും. പിന്നെ നമുക്ക് അത് കട്ട് ചെയ്യാൻ തോന്നണില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇത്രയും ലെങ്തി വീഡിയോ ആയത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണും മനസ്സും നിറഞ്ഞ് നമ്മളങ്ങനെ തിരിച്ച് പോവാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണേ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ. ജയ് ഹിന്ദ്.